നമ്മൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് എങ്ങനെയാണ് വർക്ക് ആവുന്നെന്നും പിന്നെ റെഫറൻസ് ഡേറ്റ ടൈപ്പിനെ കുറിച്ച് നോക്കാം. ഓക്കെ, സോ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിന്റെ വർക്കിംഗ് കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ഇൻറ്റ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞിട്ട് 10 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ട് സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എയുടെ ഉള്ളിൽ ഇൻറ്റ് 10 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ സ്റ്റോർ ആയി. അടുത്ത് ഇൻറ്റ് ബി ഇസ് ഈക്വൽ ടു ഈ എയുടെ വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇൻറ്റ് ബി ഇസ് ഈക്വൽ ടു എ. അടുത്ത് ഞാൻ ഈ എനും ബിനും പ്രിന്റ് ചെയ്യാൻ പോവാ. ഇതിപ്പോ നമ്മൾ റണ്ണാക്കി നോക്കുമ്പോ എനിക്ക് കറക്റ്റായിട്ട് 10 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാല്യൂ ഉണ്ട് പ്രിന്റ് ആയി. അടുത്തതില് ഞാൻ ഇപ്പൊ എയുടെ വാല്യൂ 20 എന്ന് പറഞ്ഞിട്ട് മോഡിഫൈ ചെയ്യാൻ പോകണം. ഓക്കെ, ഇപ്പൊ എയുടെ വാല്യൂ 20 എന്ന് പറഞ്ഞിട്ട് മോഡിഫൈ ചെയ്യുമ്പോ ഒബ്വിയസ്ലി നമുക്ക് എയുടെ വാല്യൂ മാറും 20 ആയിട്ട്. പക്ഷെ ഈ ബിന്റെ വാല്യൂ മാറോ ഇല്ല, അതൊരു സംശയം നമുക്ക് ഉണ്ടാവും. കറക്റ്റാ? സോ നമുക്ക് അത് നോക്കാം എന്താവുന്നെന്ന്. ഇവിടെ വന്നിട്ട് എയുടെ വാല്യൂ 20 എന്ന് പറഞ്ഞിട്ട് മാറിയണു, പക്ഷെ ബിയുടെ വാല്യൂ 10 ആയിട്ട് തന്നെ ഉള്ളത്. കറക്റ്റാ? സോ ഇത് എങ്ങനെ വർക്ക് ആവെന്ന് വെച്ചാ, ഞാൻ ഇപ്പൊ എ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എ ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു അല്ലെ. ഇതാ ഈ സ്ഥലത്ത് ഞാൻ എ ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അവിടെ 10 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആയി. എ ഇസ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ആ സ്ഥലത്ത് 10 എയുടെ വാല്യൂയുടെ സ്ഥലത്ത് 10 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആവും. അടുത്ത് ബി ഇസ് ഈക്വൽ ടു എയുടെ വാല്യൂ പ്രിന്റ് ആക്ക് എന്ന പോലെ ഞാൻ പറഞ്ഞു. അപ്പൊ ബിയുടെ സ്ഥലത്ത് എയുടെ വാല്യൂ കൊണ്ട് പ്രിന്റ് ആയി. അടുത്ത് എന്താ ഞാൻ ചെയ്തത് വെച്ചാ, എയുടെ വാല്യൂനെ വന്നിട്ട് ഞാൻ 20 ആയിട്ട് മോഡിഫൈ ചെയ്തു. കറക്റ്റാ? അപ്പോ ഈ എയുടെ സ്ഥലത്ത് 20 ആയിട്ട് മാറും. സോ ഈ ബിനെ വന്നിട്ട് അത് അഫക്ട് ആക്കുന്നേ ഇല്ല. സോ എയും ബിയും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. സോ ഇതാണ് ഈ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിന്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെയാ? പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് പോലെ തന്നെ റെഫറൻസ് ഡേറ്റ ടൈപ്പിൽ നമ്മൾ ഒരു വാല്യൂനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെയാ? പക്ഷെ ആ റെഫറൻസ് ഡേറ്റ ടൈപ്പിൽ നമ്മൾ ഓബ്ജക്ട്സിന് വേണ്ടി ഉപയോഗിക്കും. ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞു വെച്ചാൽ പുതിയൊരു റാമിൽ പുതിയൊരു മെമ്മറി അലൊക്കേഷൻ ഉണ്ടാക്കുന്നതാണ് ഓബ്ജക്ട്സ്. ഓക്കെയാ? ഇത് കണ്ട് ന്യൂ എന്ന് പറഞ്ഞ ഒരു കീവേഡിനെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതൊരിക്കലും അറിഞ്ഞാൽ മതി. ഓബ്ജക്ട് എന്ന് പറയുന്നത് റാമിൽ ഒരു മെമ്മറി അലൊക്കേഷൻ ഉണ്ടാക്കും. പുതിയൊരു ന്യൂ പറഞ്ഞ ഒരു കീവേഡിനെ അതിലോട്ട് ഉപയോഗിക്കും. സോ ഇതിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് നോക്കാം. ഇപ്പോഴത്തേക്ക് നമുക്ക് ഇത് മതി. ഓക്കെ, ഓബ്ജക്ട്സിനെ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്ട്രിങ് എന്നിടാ. നമ്മുടെ ഡേറ്റ ടൈപ്പ് നമ്മൾ ഏതോ ഉപയോഗിക്കാൻ പോകണം ആ ഡേറ്റ ടൈപ്പ് ഇസ് ഈക്വൽ ടു ന്യൂ കീവേഡ് പിന്നെ തിരിച്ച് സ്ട്രിങ്. ഇപ്പോൾ ഞാൻ ബ്രേസസിനുള്ളില് ഞാൻ എന്താ ഞാൻ ലൈക്ക് ഏതെങ്കിലും ഒരു വേർഡിനെ ടൈപ്പ് ചെയ്യാം. സോ ഞാൻ എല്ലാം ഹായ് എന്ന് വേണ്ടി ടൈപ്പ് ചെയ്യാം. ഓക്കെയാ? അടുത്ത് ഞാൻ ഇതിൽ പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഇതിനെ റണ്ണാക്കി നോക്കുമ്പോ ഓക്കെ ഞങ്ങളുടെ സെമിക്കോളൻ ഇട്ടിട്ടില്ല. ഓക്കെ, ഇതിനെ റണ്ണാക്കി നോക്കുമ്പോ എനിക്ക് ഹായ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രിന്റ് ആയി. ഇപ്പോ ഇതെങ്ങനെ വർക്ക് ആവുന്ന വെച്ചാ, സോ ഈ റെഫറൻസ് ഡേറ്റ ടൈപ്പില് ഒരു മെമ്മറി ബ്ലോക്കിന്റെ ഉള്ളില് ഇനിയൊരു മെമ്മറി ബ്ലോക്കിന്റെ അഡ്രസ് വന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെയാ? സോ ഈ എ ബി എന്ന് പറയുന്നൊക്കെ മെമ്മറിയുടെ നെയിം, ഈ 100 to 100 പറയുന്നത് മെമ്മറിയുടെ അഡ്രസ്. ഓക്കെയാ? ഇപ്പൊ ഞാൻ ബി എന്ന് പറഞ്ഞ മെമ്മറി ബ്ലോക്ക് എടുക്കാണ്. ഈ മെമ്മറി ബ്ലോക്കിന്റെ ഉള്ളില് ഞാൻ വന്നിട്ട് 100 എന്ന് പറഞ്ഞതിന്റെ അഡ്രസ് വന്ന് സ്റ്റോർ ചെയ്ത് വെക്കാണ്. ഈ 100 എന്ന് പറഞ്ഞ അഡ്രസ്സിന്റെ ഉള്ളിൽ പോയാലാണ് എനിക്ക് ഹായ് വന്നിട്ട് ഉണ്ടാവുക. ഓക്കെയാ? ഇങ്ങനെയാണ് വന്നിട്ട് റെഫറൻസ് ഡേറ്റ ടൈപ്പ് വർക്ക് ആവുന്നത്. സോ ഇതിന്റെ ഡെഫിനേഷൻ തന്നെയാണ്, ദ റെഫറൻസ് ഡേറ്റ ടൈപ്പ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് ദ ഓബ്ജെക്ട് ഇൻസ്റ്റെഡ് ഓഫ് ദ ആക്ച്വൽ വാല്യൂ. അത് വന്നിട്ട് ഒരു ഓബ്ജക്റ്റിന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്ത് വെക്കുക, അതിന്റെ വാല്യൂ അല്ല. ഓക്കെയാ? ഇതാണ് വന്നിട്ട് റെഫറൻസ് ഡേറ്റ ടൈപ്പിന്റെ കോൺസെപ്റ്റ്.